ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുക. ഇവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു നോക്കുക. അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ, വറുത്തരിപ്പൊടി, ഇതിന് നമ്മൾ ചക്കയൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ അരച്ചത് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്, 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഒരു ശകലം മയത്തിന് വേണ്ടി. ഇത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തരിയില്ലാതെ എടുക്കണം. അഥവാ തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വലിയ അരിപ്പയ്ക്കകത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയുടെയൊക്കെ സീസണാണ്. നമുക്ക് ചക്കയൊന്നും വെറുതെ കളയേണ്ട കാര്യമില്ല. ചക്ക ഷുഗറൊക്കെ ഉള്ളവർക്ക് പച്ചച്ചക്ക ഏറ്റവും നല്ലതാണ്. പുതിയ പുതിയ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. നല്ലൊരു ക്രീമി കളറാണ്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആവശ്യത്തിന് പൊടിയുടെ അനുസരിച്ച് പൊടിയുടെ 1.5 ഇരട്ടി വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ സാധാരണ. അതല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശകലം തിളച്ച വെള്ളം മാറ്റി വെച്ചിരുന്നാലും നമുക്ക് വേണ്ടുമ്പോൾ ഒഴിച്ച് കുഴച്ചെടുക്കാം. നല്ലൊരു ചെറിയ മണവും ഒക്കെ ഉണ്ട്. ആൾ കൂടുതലുള്ളിടത്ത് ക്വാണ്ടിറ്റി കൂടുതൽ പൊടി വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ചക്കയും ചേർക്കുക. അപ്പം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അടിക്കൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചത് കൊണ്ടാണ് നമുക്കങ്ങനെ അടിക്ക് പിടിക്കാതെ കിട്ടുന്നത്. നെയ്യ് ഒഴിക്കുമ്പം പീച്ചുന്നതിനും പാടില്ല, ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആറുമ്പം നമുക്ക് കൈകൊണ്ട് ഒന്നുകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജോലി, പെട്ടെന്ന് തന്നെ ചെയ്യാൻ. കണ്ട ഒട്ടലൊന്നുമില്ല. ഒന്ന് ആറട്ടെ ജോലി. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ല മയത്തിൽ നണ്ടല്ലേ, മയമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചക്ക വീശപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ചക്ക കൊണ്ടുള്ള പുതിയ പുതിയ ഐറ്റങ്ങളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നൈസായിട്ട് നമുക്ക് പീച്ചെടുക്കാം. നെല്ലിക്കുട്ടത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തട്ട് തിരിച്ച് വെച്ചേക്കുവാണ്. അതല്ല തട്ടുള്ളവർ അപ്പം തട്ടി വെക്കാവുന്നതാണ്. ഞാൻ ഇലയൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മടക്കുന്നതിന് ബുദ്ധിമുട്ട് വരുത്തില്ല. ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. മാവായതുകൊണ്ട് ഒരുപാട് സമയം വെക്കണ്ട. വീശപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചക്ക വീശപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.